ഓസ്ട്രേലിയൻ ഏജ്ഡ് കെയറിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അടങ്ങിയ വീഡിയോയുടെ പാർട്ട് 3 ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏജ്ഡ് കെയറിൽ ജോലി ചെയ്യാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയാണ് സംസാരിച്ചത്. നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ്റെ റെക്കോർഡ് ആവശ്യമുണ്ട്. നമ്മൾ ജോലിക്ക് കയറുന്നതിന് മുന്നേ സർട്ടൻ ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റ് തരും എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് CPRൻ്റെ സർട്ടിഫിക്കറ്റ്, വർക്ക് വിത്ത് ചിൽഡ്രൻ, NDISൻ്റെ ഓറിയൻറ്റേഷൻ. അപ്പം അതൊക്കെ ക്യാമ്പസിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ ഓൺലൈനിൽ കുറച്ച് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഷോർട്ട് ടൈം കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതിന് ശേഷമാണ് നമ്മളൊരു റെസ്യൂമേ തയ്യാറാക്കുന്നത്. റെസ്യൂമേ തയ്യാറാക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള റെസ്യൂമേ വേണം തയ്യാറാക്കാനായിട്ട്. ജസ്റ്റ് 1 പേജ് വിൽ ബി മോർ ദാൻ ഇനഫ്. അപ്പം നമ്മൾ ടു ദ പോയിൻ്റ് കാര്യങ്ങൾ എഴുതുക, ലോങ് സ്റ്റോറി ആയിട്ട് വരാതെ. നമ്മൾ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആകെ ഉണ്ടാകുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 120 hours ഓഫ് പ്ലേസ്മെൻറ്റ് നമ്മൾ ട്രെയിനിങ് ചെയ്തത് മാത്രമായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ഈ എടുത്ത സർട്ടിഫിക്കറ്റ്സും. പിന്നെ നമുക്കൊരു കവർ ലെറ്ററും കൂടെ ആവശ്യമുണ്ട്. ഞാൻ ഏജ്ഡ് കെയറിൽ അപ്ലൈ ചെയ്തത് സീക്ക്, ഇൻഡീഡ്, അതുപോലെ ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഏജ്ഡ് കെയർ ഫെസിലിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഡയറക്റ്റ് റെസ്യൂമേയും കവർ ലെറ്ററും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ അവർ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. റിയൽ ലൈഫ് സിനാരിയോസ് ആയിരിക്കും അവർ ഇൻ്റർവ്യൂവിൽ എപ്പോഴും ചോദിക്കുക. അത് നമ്മളെങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ ഡീൽ ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് റെസിഡൻസൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ജോലി തരണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ കൂളായിട്ടും വളരെ എംപത്തറ്റിക് ആയിട്ടും വളരെ ഫ്രീ ആയിട്ടും നമ്മൾ എപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ജോബ്. ഒരു ഏജ്ഡ് കെയർ ഫെസിലിറ്റിയിൽ ജോലി ചെയ്യണോ അതോ ഇൻ ഹോം കെയർ വീട്ടിൽ പോയിട്ടുള്ള സർവീസാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാനുള്ള താല്പര്യം, അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.